ഒമാൻ വിമാനത്താവളങ്ങളിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ 2.8% വർധന. അയൺമാൻ 17.3 മിഡിൽ ഈസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജർമ്മനിയുടെ ക്രിസ്റ്റോഫ് മട്നറിന് കിരീടം. ഒമാനികൾ കൂടുതൽ സന്ദർശിച്ച രാജ്യങ്ങളിൽ UAE ഒന്നാമത്. ഊർജ്ജ മേഖലയിൽ സ്വദേശീവൽക്കരണം ശക്തിപ്പെടുത്താൻ സഹകരണ കരാർ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. Gulf Updates Oman, brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഒമാൻ സുൽത്താനേറ്റിലെ വിമാനത്താവളങ്ങൾ വഴിയുള്ള ആകെ യാത്രക്കാരുടെ എണ്ണത്തിൽ 2025 ഡിസംബർ അവസാനത്തോടെ 2.8% വളർച്ച രേഖപ്പെടുത്തി. 1,49,39,209 യാത്രക്കാരാണ് ഈ കാലയളവിൽ യാത്ര ചെയ്തത്. 2024 ഇത് 1,45,37,674 ആയിരുന്നു. നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഒമാനിലെ വിമാനത്താവളങ്ങളിലൂടെയുള്ള ആകെ വിമാന സർവീസുകളിൽ 2.8% കുറവുണ്ടായി. 2024 1,07,546 സർവീസുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2025 ഇത് 1,04,510 കുറഞ്ഞു. മസ്കത്ത് വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര വിമാന സർവീസുകളുടെ എണ്ണം 4.5% കുറഞ്ഞ് 82,913 ആയി. എങ്കിലും അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണത്തിൽ 1.3% വർധനവുണ്ടായി. അതേസമയം മസ്കത്ത് വിമാനത്താവളത്തിലെ ആഭ്യന്തര സർവീസുകളിൽ വളർച്ച രേഖപ്പെടുത്തി. ആഭ്യന്തര വിമാന സർവീസുകൾ 6.6%, ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണം 12% വർദ്ധിച്ചു. മസ്കത്തിൽ നടന്ന എക്സ്പീരിയൻസ് ഒമാൻ അയൺമാൻ 17.3 മിഡിൽ ഈസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ജർമ്മനിയുടെ ക്രിസ്റ്റോഫ് മട്നർ ജേതാവായി. 3 മണിക്കൂർ 51 മിനിറ്റ് എടുത്താണ് മട്നർ മത്സരം പൂർത്തിയാക്കിയത്. ഫ്രാൻസിന്റെ അലക്സാണ്ടർ കെയിൽ 2ഉം പോർച്ചുഗലിന്റെ റാഫേൽ ഡൊമിൻഗസ് 3ഉം സ്ഥാനം നേടി. ഗ്ലോബൽ അയൺമാൻ 17.3 പരമ്പരയുടെ ഭാഗമായി പൈതൃക ടൂറിസം മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച സമാപിച്ചു. മാസങ്ങളായുള്ള കഠിന പരിശീലനത്തിന്റെയും നയതന്ത്ര ജീവിത ശൈലിയുടെയും ഫലമാണ് വിജയമെന്ന് ക്രിസ്റ്റോഫ് മട്നർ പ്രതികരിച്ചു. ശാരീരിക മാനസിക സഹനശേഷി പരീക്ഷിച്ച അനുഭവമായിരുന്നു മത്സരമെന്ന് അദ്ദേഹം പറഞ്ഞു. 82 രാജ്യങ്ങളിൽ നിന്നായി 1049 കായിക താരങ്ങൾ പങ്കെടുത്ത മത്സരം അന്താരാഷ്ട്ര കായിക പ്രേമികൾക്ക് അനുയോജ്യമായ വേദിയായി ഒമാന്റെ കായിക പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായി അധികൃതർ അറിയിച്ചു. 2024 ഒമാനികൾ വിദേശത്തേക്ക് നടത്തിയ യാത്രകളിൽ മുൻനിരയിൽ UAE ഇടം നേടി. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 49 ലക്ഷത്തോളം പേരാണ് ഒമാനിൽ നിന്ന് UAE സന്ദർശിച്ചത്. 2ാം സ്ഥാനത്ത് സൗദി അറേബ്യയാണുള്ളത്. 2,57,000 പേർ. ഇന്ത്യ 77,000, ഇറാൻ 64,900, തായ്ലാന്റ് 56,600, തുർക്കിയ 55,600 എന്നിവയും ഒമാനികളുടെ പ്രധാന വിനോദയാത്രാ ലക്ഷ്യസ്ഥാനങ്ങളായി. അന്താരാഷ്ട്ര വിമാന സർവീസുകൾ വഴി ഒമാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചവർ ഇന്ത്യൻ പൗരന്മാരാണ്. 96,572 പേർ. ഒമാനികൾ 58,417, പാകിസ്ഥാൻ 26,529, ബംഗ്ലാദേശ് 21,626, ഇറാൻ 11,961, ഈജിപ്ത് 11,159 എന്നിങ്ങനെയാണ് മറ്റു കണക്കുകൾ. ഊർജ്ജ മേഖലയിലെ ഒമാനിവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒമാൻ LNGയും ഒമാൻ എനർജി അസോസിയേഷൻ ഒപ്പാലും തന്ത്രപരമായ സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. ദേശീയ തലത്തിൽ പ്രതിഭകളെ വികസിപ്പിക്കുകയും പരിശീലനവും തൊഴിലവസരങ്ങളും ബന്ധിപ്പിച്ചുള്ള ഒമാനിവൽക്കരണ മാർഗങ്ങൾ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. തൊഴിൽ വിപണിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് രാജ്യത്തെ സ്വദേശികളുടെ തൊഴിൽ ബലം ഉയർത്തുന്നതിനായി തൊഴിൽ മന്ത്രാലയത്തിന്റെ പിന്തുണയോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രത്യേകിച്ച് പ്രായോഗിക പരിശീലനവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അധികൃതർ അറിയിച്ചു. വിവിധ പദ്ധതികളിലും കോൺട്രാക്ടർമാരുടെ പ്രവർത്തനങ്ങളിലുമുള്ള നിർണായക സ്ഥാനങ്ങൾ സ്വദേശീവൽക്കരിക്കാൻ പദ്ധതി സഹായകമാകും. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ, brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.